സർവോത്കൃഷ്ടമായ ധർമ്മത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഉഗ്രശ്രവസ് എന്ന സൂതൻ ഭാഗവതത്തിൻ്റെ സംഗ്രഹത്തിനെ പറയുന്നു. സരസ്വതി നദീ തീരത്ത് ശൗനകാദി മഹർഷിമാർ ആയിരക്കണക്കിന് സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സത്രവേദിയിലേക്ക് വേദപാരംഗതനും പുരാണങ്ങളിൽ അഗാധ പണ്ഡിതനുമായ ഉഗ്രശ്രവസ് എന്ന സൂതൻ വന്നപ്പോൾ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഭഗവാന്റെ ലീലകളുടെ സംഗ്രഹമായ ഭാഗവതം എന്ന കഥ, ആ മോക്ഷശാസ്ത്രം വർണ്ണിച്ചു കൊടുക്കുകയാണ്. 335 അധ്യായങ്ങളിലായിട്ട് 12 സ്കന്ധങ്ങളിലായിട്ട് 18,000 ഗ്രന്ഥങ്ങളിലായിട്ട് വർണ്ണിക്കപ്പെടുന്ന ആ ഭഗവാന്റെ ലീലകളെ ശൗനകാദി മഹർഷിമാർക്ക് വേണ്ട രീതിയിൽ, ആസ്വാദ്യകരമായ രീതിയിൽ ഉഗ്രശ്രവസ് എന്ന സൂതൻ വർണ്ണിച്ചു കൊടുത്തു. പിന്നെ ഈ 333 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നതായ സകല തത്വങ്ങളെയും ആപ്തവാക്യങ്ങളെയും കഥകളെയും ഭഗവത്ലീലകളെയും മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് ദ്വാദശ സ്കന്ധത്തിലെ ദ്വാദശ അധ്യായം, 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം എന്ന പേരുള്ള ഭാഗവത സംഗ്രഹത്തിനെ വർണ്ണിക്കുകയാണ്. സാധാരണ ആചാര്യന്മാർ പറയാറുണ്ട്, 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം കേട്ടുകഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ ഒരു പ്രാവശ്യം കേട്ടതിന് തുല്യമാണ് എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം, ഇതേവരെ 7 ദിവസങ്ങളിലായിട്ട് സപ്താഹമായിട്ട് പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഓരോ കഥകളുടെയും താല്പര്യമായിട്ട് ഓരോ പദങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഓരോ പദവും സൂചിപ്പിക്കുന്നത്, 12ാമത്തെ അധ്യായത്തിലുള്ള ഓരോ പദവും സൂചിപ്പിക്കുന്നത് ഓരോ പ്രകരണങ്ങളെയാണ്. അങ്ങനെ സർവവേദേതിഹാസാനാം സാരം സമുദ്രതം എന്ന് ഭാഗവതത്തിന് പറഞ്ഞതുപോലെ ആ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളെ ഓരോരോ പദങ്ങളിലായിട്ട് ചുരുക്കിക്കൊണ്ട് അവിടെ സംക്ഷേപിച്ച് പറയണു ഉഗ്രശ്രവസ് എന്ന സൂതൻ. അപ്പം അതുകൊണ്ട് ഈ പദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ കഥയെക്കുറിച്ച് ഓർമ്മ വരും ഒരു ഉപാസകന്, അല്ലെങ്കിൽ ഒരു ഭാഗവതത്തിൻ്റെ ആസ്വാദകന്. പ്രായോപവേശോ രാജർഷർ വിപ്രശാപാൽ പരീക്ഷിത ശുഗശ്ച ചൈവ ബ്രഹ്മർഷേ സംവാദശ്ച പരീക്ഷിത എന്ന രീതിയിൽ ഒരു ശ്ലോകമുണ്ടെങ്കിൽ ആ ഓരോ പദം കേൾക്കുമ്പോൾ പരീക്ഷിത്ത് എന്ന രാജഋഷി പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്ത് ഇരുന്ന കഥ അത് ഓർമ്മ വരും. ഇങ്ങനെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളും ഭാഗവതത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പ്രകരണങ്ങളുടെ കഥകളുടെ സൂചകങ്ങളാണ്. ഇങ്ങനെ ആ ഭാഗവത സംഗ്രഹത്തിനെ വർണ്ണിച്ച് പറയുന്നു. ഭാഗവതം എന്ന മോക്ഷശാസ്ത്രം 18,000 ഗ്രന്ഥത്തിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് സൂതൻ പറയാണ്, ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ ധർമ്മത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് പ്രഥമസ്കന്ധം മുതൽ 12 സ്കന്ധങ്ങളിൽ ഈ പുരാണത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന സർവ്വകാര്യങ്ങളെയും ക്രമത്തിൽ സംഗ്രഹിച്ച് പറയുകയാണ്. സർവധർമ്മങ്ങളിൽ വെച്ച് മഹത്തായിരിക്കുന്ന ഭഗവത് ഭക്തിലക്ഷണം എന്ന ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. വേദോക്തങ്ങളായ സർവധർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്നതായ ആ ബ്രാഹ്മണരെ, സജ്ജനങ്ങളെ നമസ്കരിച്ചിട്ട് അനാദികളായ ധർമ്മങ്ങളെ ഞാൻ പറയാം എന്ന് പറയണു. ഹേ ശൗനകാദി മഹർഷിമാരെ, നിങ്ങൾ എന്നോട് യാതൊന്നിനെക്കുറിച്ച് ചോദിച്ചുവോ ആ ചരിതത്തിനെ മനുഷ്യർക്ക് ശ്രവണാദിയോഗ്യവും ആശ്ചര്യജനകവുമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയുടെ ആ മാഹാത്മ്യത്തിനെ ഞാൻ പറഞ്ഞു തരാം. ഇത് മനുഷ്യർ അവശ്യം കേൾക്കേണ്ടതാണ്, അത്യത്ഭുതങ്ങളാണ്. ഈ ഭാഗവതം എന്ന മോക്ഷശാസ്ത്രത്തിൽ, ഈ ഗ്രന്ഥത്തിൽ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ സങ്കീർത്തനമാണ് ഉള്ളത്. അത്ര സങ്കീർത്തത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷികേശോ ഭഗവാൻ സാത്വതാം പതി. ഈ ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യമേ പറയണോ ഭഗവാന്റെ ലീലകളെ. ഭക്തന്മാരുടെ സർവപാപങ്ങളെയും സകല ദുഃഖങ്ങളെയും തീർത്ത് സംരക്ഷിക്കുന്ന ആശ്രിതവത്സലനായ കരുണാനിധിയായ ഭക്തവത്സലനായ സാക്ഷാൽ ഭഗവാന്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളാണ് പ്രകീർത്തിച്ചിരിക്കുന്നത്.
ഇന്ദ്രിയവൃത്തികൾക്ക് ഗോചരനല്ലാതിരിക്കുന്ന ആ ഭഗവാൻ, അതുകൊണ്ടാണ് ഭഗവാനെ അധോക്ഷജൻ എന്ന് വിളിക്കാനുള്ള കാരണം. അങ്ങനെ ഇന്ദ്രിയവൃത്തികൾക്ക് ഗോചരനല്ലാതിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദത്തിനെ ശ്രവണ, കീർത്തന, മനന, സ്മരണ ദ്വാരേണ ഭജിക്കുന്നവര് ഈ സംസാരസാഗരത്തിനെ സന്തരണം ചെയ്യും എന്ന് ഇതിൽ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഹേ ശൗനകാദികളെ, ഇത് തന്നെയാണ് വേദത്തിലെ ഉപാസനാകാന്ഡത്തിൽ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ ഉപാസിച്ചുകൊണ്ട് ഈ സംസാരസാഗരത്തിനെ തരണം ചെയ്യുക. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗത പ്രഭവാപ്യയം ജ്ഞാനം തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം. ഈ ഭാഗവതം എന്ന മോക്ഷശാസ്ത്രത്തില് ആ പരബ്രഹ്മത്തിനെ കുറിച്ചിട്ടാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത്. ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം യാതൊന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നുവോ, യാതൊന്നിൽ ലയിക്കുന്നുവോ, വേദത്തിലെ താല്പര്യത്തിന് വിഷയമായിരിക്കുന്ന പരമസൂക്ഷ്മമായ പരമാർത്ഥ വസ്തു യാതൊന്നാണോ, ആ ചൈതന്യത്തിനെക്കുറിച്ച്, പരബ്രഹ്മത്തിനെക്കുറിച്ച് വിശദമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കണു. ഇപ്രകാരം ഇരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് സർവാത്മാവായിട്ടിരിക്കുന്നത്. അതിനെ അനുഭവിച്ചറിയേണ്ടത് ഏത് വിധമാണ് എന്ന് വർണ്ണിച്ചിരിക്കണു. അതിനെ സാധിപ്പിക്കുന്ന ആ ബ്രഹ്മജ്ഞാനത്തിനെ, ഈശ്വര സാക്ഷാത്കാരത്തിനെ, ബ്രഹ്മാനന്ദാനുഭൂതിയെ സാധിപ്പിക്കുന്നതായ സാധന സാമഗ്രികൾ എന്തെല്ലാമാണ് എന്നും ഇതിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ വേദത്തിലെ ബ്രഹ്മകാന്ഡം അഥവാ ജ്ഞാനകാന്ഡം ഈ ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു. ഹേ ശൗനകാദികളെ, ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ചതുരാശ്രയം, നിഷ്കാമകർമാനുഷ്ഠാന രൂപമായിരിക്കുന്ന സാധനത്തിന്റെ സഹായത്താൽ പ്രാപിക്കാൻ യോഗ്യമായ ഭക്തിയോഗവും അതിനാൽ സമ്പാദിക്കേണ്ടതായ വിഷയവൈരാഗ്യവും ഈ ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. ഭക്തിജ്ഞാന വിരാഗാണാം വിവേകോ വർദ്ധതേ മഹാൻ എന്ന് ആ മഹാത്മ്യത്തിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഈ ഭാഗവതത്തിൽ മുഴുവനായിട്ട് പറയണത്. എപ്രകാരം ഒരു മനുഷ്യ മനസ്സിലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നന്നായിട്ട് പ്രകാശമാനമായി തീരും എന്ന് പറയണു ഇതിൽ. അതിനാൽ വേദത്തിലെ കർമ്മകാന്ഡവും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജ്ഞാനകാന്ഡവും കർമ്മകാന്ഡവും ഭക്തിയോഗവും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സാരം, ശ്രീമദ് ഭാഗവതം എന്നത് വേദസംഹിതമാണ്. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. വേദത്തിന്റെ സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. വേദസാരമാണ് ഭാഗവതം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ വേദസാരം തന്നെയാണ്. വേദം അർത്ഥനിരൂപണത്തോടുകൂടി പഠിച്ചിട്ട് അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഫലം ഭാഗവത പഠനാനുഷ്ഠാനത്താൽ സിദ്ധിക്കും എന്ന് പറയണു. മദ്യമതികൾക്ക്, അത് കുശാഗ്രബുദ്ധികളല്ലാത്തവർക്ക്, സാധാരണ സംസാരികൾക്ക് ദുർഗ്രഹമായിരിക്കുന്ന വേദത്തിനെ സുഗമമാക്കുവാൻ ഭാഗവത രൂപേണ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ആചാര്യന്മാർ പറയുക. വേദം എന്ന് പറയുന്നത് ഗ്രഹിക്കാനായിട്ട് വിഷമമുള്ളതാണ്, അതീവ ജ്ഞാനമുള്ളവർക്ക് മാത്രം സിദ്ധിക്കുന്നതാണ് എന്ന് മാത്രമല്ല അനേക കാലം വേണ്ടതാണ്. കുശാഗ്ര ബുദ്ധിയും ധിഷണയും ഓർമ്മശക്തിയും എല്ലാം വേണ്ടതായ ആ അറിവാണ് വേദം എന്ന് പറയുന്നത്. അതിനെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ വാർത്തെടുത്തു പുരാണങ്ങളുടെ രൂപത്തിൽ വേദവ്യാസ മഹർഷി എന്ന മഹാമുനി, സാക്ഷാൽ ഭഗവാൻ തന്നെ. അപ്പൊ സാധാരണക്കാർക്ക് ദുർഗ്രഹമായിരിക്കുന്ന വേദത്തിനെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥാരൂപേണ, ഭഗവത് ലീലാരൂപേണ, ഭാഗവത രൂപേണ നിർമ്മിക്കപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ 12 സ്കന്ധങ്ങളിലായിട്ട് ഭഗവാന്റെ ലീലകളെ സംഗ്രഹിച്ചിരിക്കുന്നു ഭാഗവതത്തിൽ. ഭഗവാന്റെ കഥകളുടെ സംഗ്രഹമാണ്. വിശദമായിട്ട് പല കഥകളുടെയും സൂചനകൾ മാത്രമേ ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളൂ. മറ്റു പുരാണങ്ങളിൽ നിന്നോ ഇതിഹാസങ്ങളിൽ നിന്നോ അറിയേണ്ടി വരും അതിൻ്റെ സൂചനകൾ. കാരണം പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്തിരിക്കുന്ന പരീക്ഷിത്ത് എന്ന രാജഋഷിക്ക് 7 ദിവസം മാത്രമേ ആയുസുള്ളൂ എന്നുള്ളത് കൊണ്ട് മറ്റു പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളിലെയും കഥകൾ വളരെ ചുരുക്കിയാണ്
വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം രാമായണം തന്നെ. 24,000 ശ്ലോകത്തിൽ വാൽമീകി മഹർഷി എന്ന ആദികവി വർണ്ണിച്ചിരിക്കുന്നതായ രാമായണ കഥയെ വെറും 2 അധ്യായങ്ങളിലായിട്ട് 92 ശ്ലോകങ്ങളിലായിട്ട് സംഗ്രഹിച്ച പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് നവമസ്കന്ധത്തിൽ വർണ്ണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം എന്ന രീതിയിൽ ഈ ഭാഗവതം എന്നുള്ള ആ മഹത്തായിട്ടുള്ള ഗ്രന്ഥം, ഈ പുരാണത്തില് ബ്രഹ്മതത്വത്തിന്റെ അനുഭവസ്വരൂപേണയുള്ള ജ്ഞാനവും ആ വിജ്ഞാനപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രഥമസ്കന്ധത്തിൽ ഭക്തിയോഗത്തിനെയും അതിനെ ദൃഢമായി തീർക്കുന്ന വൈരാഗ്യത്തിനെയും വർണ്ണിച്ചിട്ടുണ്ട്. മഹാപുരാണത്തിന്റെ ലക്ഷണങ്ങൾ 10 തികഞ്ഞതാണ് ഭാഗവതം എന്ന് പറയുന്നു. അത്ര സർഗ വിസർഗശ സ്ഥാനം പോഷണമൂദയ മന്വന്തരേശാന കഥ നിരോധോ മുക്തി ആശ്രയ എന്നിങ്ങനെ 10 ലക്ഷണങ്ങളുണ്ട്. ആ 10 ലക്ഷണങ്ങളിൽ തൃതീയ സ്കന്ധം തൊട്ടാണ് സർഗം, വിസർഗം, സ്ഥാനം, പോഷണം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളെ വർണ്ണിക്കുക. അതിൽ ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഭാഗവതത്തിലേക്കുള്ള മോക്ഷമാർഗത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ പീഠികയാണ്, ആമുഖമാണ് എന്നാണ് ആചാര്യന്മാർ പറയുക. അപ്പം അങ്ങനെയുള്ള ആ പീഠിക മോക്ഷശാസ്ത്രമായിരിക്കുന്ന ഭാഗവതത്തിലൂടെ ഭക്തിജ്ഞാന വൈരാഗ്യത്തിൻ്റെ ആ സമുന്നത ശ്രേണിയിലേക്ക്, അത്യുന്നത നിലകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപാസകനെ സഹായിക്കുന്നതായ ആ ഭാഗവതത്തിൻ്റെ ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ഒരു ആമുഖമാണ്, പീഠികയാണ് എന്ന് പറയുന്നു. ആ മഹാപുരാണത്തിൻ്റെ ലക്ഷണങ്ങൾ തൃതീയ സ്കന്ധം തൊട്ടാണ് ആരംഭിക്കുക. ഇവിടെ 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിൽ ഓരോ സ്കന്ധങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങണു ഉഗ്രശ്രവസ് എന്ന സൂതൻ. ആദ്യമായിട്ട് ഭഗവത് ലീലകളെ കുറിച്ച് പറയുകയാണ്. അപ്പം ഭാഗവതം രചിക്കാൻ ഉണ്ടായ കാരണമെന്ത് എന്ന് ശൗനകാദി മഹർഷിമാർ ചോദിക്കണു. ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതൻ 7 ദിവസം കൊണ്ട് വർണ്ണിച്ചു കേൾപ്പിച്ചതാണ് ഭാഗവതം എന്ന കഥ. ഇതം ഭാഗവതം നാമപുരാണം, ഇതം ഭാഗവതം ശാസ്ത്രം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഭാഗവതം എന്ന ഭക്തിസാന്ദ്രം ആയിട്ടുള്ള ഗ്രന്ഥരചനയ്ക്ക് ഉള്ള പശ്ചാത്തലത്തിനെ കുറിച്ച് പറഞ്ഞത്, വ്യാസനാരദ സംവാദത്തിനെ കുറിച്ച്. അതിന് പശ്ചാത്തലമായിട്ട് പറഞ്ഞത് വ്യാസനാരദ സംവാദമാണ്. 17 പുരാണങ്ങൾ രചിച്ചിട്ടും പഞ്ചമവേദമായ മഹാഭാരതം രചിച്ചിട്ടും ഉപനിഷത്തുക്കളെ രചിച്ചിട്ടും തൃപ്തി വരാത്തതായ വേദവ്യാസ മഹർഷിക്ക് ആത്മസംതൃപ്തി ഉണ്ടാവാൻ വേണ്ടി ലോകത്തിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഭക്തിസാന്ദ്രമായ ഗ്രന്ഥം രചിക്കണം എന്ന് ശ്രീനാരദ മഹർഷി ഉപദേശിച്ചു എന്ന വ്യാസനാരദ സംവാദത്തിലൂടെയാണ് പ്രാരംഭിക്കുന്നത് പ്രഥമസ്കന്ധം. അങ്ങനെ ഭാരതം എഴുതി നിർത്തിയിടത്ത് നിന്ന് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം ദുര്യോധനന്റെ ആ ആസന്നമൃത്യുവായിട്ടിരിക്കുന്ന ദുര്യോധനന്റെ ചിത്രത്തിൽ നിന്ന് ഭാഗവതം പ്രാരംഭിക്കണു. അവിടെ വെച്ച് അശ്വത്ഥാമാവിന്റെ ശിശുഹത്യ പറയുന്നുണ്ട്. അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവന്നു അർജുനൻ. പിന്നീട് അശ്വത്ഥാമാവ് പാണ്ഡവംശത്തിനെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കുന്ന കഥ. സുദർശനനെ ശ്വാസ്ത്രേണ, സുദർശനം എന്ന ആ ശസ്ത്രം കൊണ്ട് ഭഗവാൻ ആ ബ്രഹ്മശിരസിനെ നിർവീര്യമാക്കി. പിന്നീട് ആ ഉത്തരായിയുടെ ഗർഭത്തിനെ മധ്യമപാണ്ഡവനായ അർജുനന്റെ പുത്രനായ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ശിശുവിനെ സ്വമായ ആവരണോൽഗർഭം ഭഗവാൻ ഉത്തരാഗർഭത്തിനെ രക്ഷ ചെയ്തത്. പിന്നീട് അർജുനൻ അശ്വത്ഥാമാവിനെ കീഴടക്കിയത്. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാന്റെ അച്ഛൻ പെങ്ങളായിരിക്കുന്ന കുന്തിദേവിയുടെ അതിശ്രേഷ്ഠമായ സ്തുതി. അതിനുശേഷം
തൻ്റെ ഏകാന്ത ഭക്തനായിരിക്കുന്ന ഭീഷ്മപിതാമഹന്റെ സ്തുതിയെ സ്വീകരിച്ചുകൊണ്ട് ഭീഷ്മപിതാമഹന് ഉത്തരായനത്തിൽ ഭഗവാൻ മുക്തി കൊടുത്ത കഥ. പിന്നീട് പാണ്ഡവവംശത്തിന്റെ ബീജാങ്കുരമായിട്ട് ഉത്തരാദേവിയിൽ നിന്ന് പരീക്ഷിത്ത് എന്ന രാജർഷി ജനിച്ചു. ഭഗവാനാൽ രക്ഷപ്പെട്ടതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന പേരുണ്ടായെങ്കിലും പരീക്ഷിത്ത് എന്ന പേരാണ് പ്രശസ്തമായി തീർന്നത് എന്ന കഥ. പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്രയായി. പിന്നീട് പറഞ്ഞത് വിതുരോപദേശമനുസരിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ വിതുരര് ധൃതരാഷ്ട്രരെ മർമ്മഭേദകമാണെങ്കിലും സതുപദേശങ്ങൾ നൽകി ശ്രേയസിലേക്ക് നയിച്ച ധൃതരാഷ്ട്ര ദേഹത്യാഗം. പിന്നെ ഭഗവാന്റെ തിരോധാനം ദ്വാരകയിൽ നിന്ന് വന്ന് അർജുനനിൽ നിന്ന് അറിഞ്ഞ പാണ്ഡവന്മാര് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുന്നു. അവര് ഹിമാലയത്തിലേക്ക് പോയി മുക്തി പ്രാപിക്കുന്നു. യുവരാജാവായിട്ട് പരീക്ഷത്തിനെ അഭിഷേകം ചെയ്തതിന് ശേഷം പിന്നീട് ആ പരീക്ഷത്തിന്റെ ഭരണകാലം പറയുന്നു. പരീക്ഷത്തിന്റെ ദിഗ്വിജയ സമയത്താണ് ധർമ്മത്തിനെയും ഭൂമിയെയും ഉപദ്രവിക്കുന്ന കലിയെ അടക്കി നിർത്തിയത്. കലിനിഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞു. കലിയെ ഒതുക്കി നിർത്തിയ പരീക്ഷിത്ത് ഒടുവിൽ കലിയാൽ തന്നെ പരാജയപ്പെട്ടു എന്ന കഥ. അങ്ങനെ ശമീകന്റെ കഴുത്തിലേക്ക് സർപ്പത്തിനെ ഇട്ടതിന്റെ ഫലമായിട്ട് ശൃംഗീശാപം കിട്ടിയതിന്റെ കഥ. ഇന്നൊക്കെ 7-ാം നാൾ തക്ഷകദംശനമേറ്റ് മോക്ഷം പ്രാപിക്കും എന്ന രീതിയിലുള്ള ശാപം കേട്ട സമയത്ത് സർവസംഘപരിത്യാഗിയായിട്ട് ഉടുത്ത വസ്ത്രവുമായിട്ട് ഗംഗാതീരത്ത് കിഴക്കോട്ട് ദർഭ വിരിച്ചുകൊണ്ട് വടക്കോട്ട് മുഖമായിട്ട് പ്രായോപവേശം ചെയ്തിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി മുമ്പിൽ അനേകം സജ്ജനങ്ങള്, ദേവർഷി, രാജർഷി, ബ്രഹ്മർഷി സംഘങ്ങൾ വന്നു. അവർക്കാർക്കും ഉത്തരം പറയാൻ വന്നപ്പോൾ മരണമുറപ്പായ ഒരുത്തൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും നിശബ്ദരായി തരുന്ന സമയത്താണ് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതൻ വരണത്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതനോട് മരണം ഉറപ്പായ ഒരുത്തൻ പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ സർവഥ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതോടെ ആ പരീക്ഷിത്ത് ശുഖസംവാദം പ്രാരംഭിക്കുകയാണ്. അങ്ങനെ പ്രഥമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നു. ഇങ്ങനെ ആദ്യത്തെ ആ ഒരു സ്കന്ധത്തിന്റെ അവസാനം ഉത്തമനായിട്ടുള്ള വക്താവിനെയും ഉത്തമനായിരിക്കുന്ന ശ്രോതാവിനെയും നമുക്ക് കാണിച്ചു തരുന്നു ഭാഗവതം. ഉത്തമനായ ശ്രോതാവ് പരീക്ഷിത്ത് എന്ന രാജർഷി, ഉത്തമനായ വക്താവ് എന്ന് പറയുന്നത് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതൻ. ഇങ്ങനെ ഉത്തമനായ വക്താവിനെയും ശ്രോതാവിനെയും ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിന്റെ ഒടുവിൽ കാണിച്ചു തരുന്നു. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ ഇതിവൃത്തം. പിന്നെ 2-ാമത്തെ സ്കന്ധത്തിന്റെ പ്രാരംഭമാണ് പരീക്ഷ സുഖസംവാദ ആരംഭം രൂപത്തിലുള്ള ഭാഗവതം. യഥാർത്ഥത്തിൽ പരീക്ഷ സുഖസംവാദ രൂപമായിരിക്കുന്ന ഭാഗവതം ആരംഭിക്കുന്നത് ദ്വിതീയ സ്കന്ധത്തിലാണ്. വരീയാനേഷതേ പ്രശ്ന എന്ന് തുടങ്ങുന്നു. ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് പരീക്ഷത്തെ അങ്ങ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഭഗവാന്റെ കഥകൾ പറയാൻ അസുലഭമായിട്ടൊരു അവസരം അങ്ങ് ഒരുക്കി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു ഭാഗവത വർണ്ണനയുടെ ആരംഭം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന ഉപദേശിച്ചുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ ഉപദേശിക്കാൻ തുടങ്ങുന്നത്. മരണം ഉറപ്പായ ഒരുത്തൻ ഈശ്വരനെ ധ്യാനിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വിരാട് പുരുഷന്റെ രൂപത്തിൽ വിരാട് പുരുഷ വർണ്ണന, സദ്യോമുക്തി, ക്രമമുക്തി എന്നിവയുടെ വർണ്ണന. പിന്നീട് ഭഗവാൻ എപ്രകാരമാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വിശ്വത്തിന്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ പരമചൈതന്യമായിരിക്കുന്ന പരമാത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ ശുഖസാരസ്വതം എന്ന സ്തോത്രം കൊണ്ട് 12 ശ്ലോകങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി വർണ്ണിക്കുന്നു ബ്രഹ്മനാരദ സംവാദത്തിലൂടെ. 24 തത്വങ്ങളാകുന്ന പ്രകൃതി തത്വങ്ങൾ കൂടിച്ചേർന്ന് 25-ാമതായിട്ട് ഭഗവാന്റെ ചൈതന്യം കൂടി ചേരുമ്പോൾ ഈ പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നു. ആ ഹിരണ്യാണ്ഡത്തിൽ അങ്ങനെ ഹിരണ്യാണ്ഡമുണ്ടായി. ആ ഹിരണ്യാണ്ഡത്തിൽ നിന്ന് വിരാട് പുരുഷനുണ്ടായി. വിരാട് പുരുഷനിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവ് ഗംഭീരമായിട്ട് സ്തുതിക്കണു. ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ഈ സൃഷ്ടിയുടെ രഹസ്യങ്ങളെ പറഞ്ഞു കൊടുക്കണു എന്ന ആ പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തിനെ അവിടെ അനാവരണം ചെയ്തു. ദ്വിതീയ സ്കന്ധത്തിന്റെ അവസാനം സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം,
ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളോട് കൂടിയ മഹാപുരാണമാണ് ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വിതീയ സ്കന്ധത്തിനെ സമർപ്പിച്ചു. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയാണ് പ്രധാനമായിട്ടും ദ്വിതീയ സ്കന്ധത്തിലെ ഇതിവൃത്തം എന്നർത്ഥം. പിന്നീട് മൂന്നാമത്തെ സ്കന്ധത്തിൽ പറയുന്നു, പ്രധാനമായിട്ട് വിതുരനും ഉദ്ധവനും തമ്മിൽ നടന്ന സംവാദമാണ്. തൻ്റെ ജ്യേഷ്ഠന്മാരായിരിക്കും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കളായ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധം കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്ന വിതുര മഹാശയൻ തീർത്ഥാടനത്തിന് ആയിട്ട് പോയി. ആ തീർത്ഥാടനം പോകുന്ന സമയത്ത് യമുനാതീരത്ത് വെച്ച് ഭക്തശിരോമണിയായ ഉദ്ധവനെ കണ്ടു. വിതുരോദ്ധവ സംവാദത്തിന് അവിടെ പറയണു, ഭഗവാന്റെ ലീലകളെ മുഴുവൻ സംക്ഷേപിച്ച് പറയണു ഭക്തോത്തമനായ ഉദ്ധവര്. പിന്നീട് ഉദ്ധവരുടെ ഉപദേശം അനുസരിച്ച് ഗംഗാതീരത്തേക്ക് മൈത്രേയ മഹർഷിയുടെ സമീപത്തേക്ക് ചെല്ലണു. അവിടുത്തെ 5-ാമത്തെ അധ്യായം തൊട്ട്, തൃതീയ സ്കന്ധത്തിന്റെ 5-ാമത്തെ അധ്യായം തൊട്ട് ചതുർത്ഥ സ്കന്ധത്തിന്റെ അവസാനം വരെ വിതുര മൈത്രേയ സംവാദത്തിലൂടെയാണ് ഭാഗവതം പുരോഗമിക്കുന്നത്. അവിടെ വെച്ച് വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കണു, സൃഷ്ടി വർണ്ണന ഒരിക്കൽ കൂടി വർണ്ണിക്കപ്പെടുകയാണ്. പരീക്ഷ സുഖസംവാദത്തിലൂടെ വർണ്ണിക്കപ്പെട്ട ആ സൃഷ്ടി വർണ്ണന, പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യത്തിനെ പറയണു. വീണ്ടും ഇവിടെ പാദ്മകൽപ്പത്തിലെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവിടെ ബ്രഹ്മാവ്, ചതുർമുഖനായ ബ്രഹ്മാവ് 10 തരത്തിലുള്ള സൃഷ്ടികളെ നടത്തുന്നു എന്ന 10 തരത്തിലുള്ള സൃഷ്ടിഭേദത്തിനെ പറഞ്ഞു. പിന്നീട് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികളുടെ ഉൽപ്പത്തി പറഞ്ഞു. ആ സനകാദികൾ സൃഷ്ടിവിമുഖന്മാരായപ്പോൾ ബ്രഹ്മാവിന്റെ ഭ്രൂടി മധ്യത്തിൽ നിന്ന് രുദ്രന്റെ ആവിർഭാവം പറഞ്ഞു. പിന്നീട് സൃഷ്ടി വർദ്ധിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഒന്നായിരിക്കുന്ന ഞാൻ രണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ച ബ്രഹ്മാവിൽ നിന്ന് സ്വയംഭൂമനു ശതരൂപാദേവി എന്ന ദമ്പതിമാരുടെ ഉൽപ്പത്തി പറഞ്ഞു. അവര് സന്താനങ്ങളെ സൃഷ്ടിച്ച സമയത്താണ് ഭൂമി രസാതലത്തിലെ വെള്ളത്തിലേക്ക് ആണ്ടുപോയി എന്ന് പറഞ്ഞ സമയത്ത് ബ്രഹ്മാവിന്റെ സ്മരണപ്രകാരം ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ച ഭഗവാന്റെ വരാഹ അവതാരത്തിനെ വർണ്ണിച്ചത് തൃതീയ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ. പിന്നെ എപ്രകാരമാണ് ഈ വെള്ളത്തിലേക്ക് ആണ്ടുപോയത് എന്ന് പറയുമ്പോഴാണ് ആ ഹിരണ്യാക്ഷൻ എന്ന ആദി ദൈത്യന്റെ കഥ പറയണത്. ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപ പ്രജാപതിയുടെ 13 ഭാര്യമാരിലെ ദിതി ദേവിക്ക് സന്ധ്യാനേരത്ത് അധർമ്മം ചെയ്യാനായിട്ട് തോന്നിയതിന്റെ ഫലമായിട്ട് അവിടെ 2 ദുഷ്ടന്മാരായ പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. ദിതി ദേവി കശ്യപനിൽ ഗർഭം ധരിച്ച കഥ പറഞ്ഞു. ഇതിന് കാരണം ഭഗവത് പാർഷദന്മാർക്ക് ശാപം കിട്ടി ദിതി ദേവിയുടെ ഗർഭത്തിലേക്ക് അസുരന്മാരായിട്ട് വന്നതാണ് എന്ന ഭഗവത് പാർഷദന്മാരായ ജൈവിജയന്മാർക്ക് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികളുടെ ശാപം കൊണ്ട് നീചയോനിൽ വന്ന് ജനിക്കേണ്ടി വന്നു എന്ന സനകാദി ശാപത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 19-ാമത്തെ അധ്യായത്തിൽ വരാഹരൂപിയായിട്ടുള്ള ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ സ്വസ്ഥാനത്ത് ഉറപ്പിച്ചു എന്ന കഥ പറഞ്ഞു. പിന്നീട് എപ്രകാരമാണ് സൃഷ്ടി വർദ്ധിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി സരസ്വതി തീരത്ത് ഗംഭീരമായിട്ട് തപസ് ചെയ്തു. ആദിരാജാവായ സ്വയംഭൂമനുവിന്റെ 2-ാമത്തെ പുത്രൻ ദേവഹൂതി ദേവിയെ വിവാഹം കഴിച്ചോളൂ, ഞാൻ പുത്രനായിട്ട് ജനിക്കാമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ച കഥ പറഞ്ഞു. അങ്ങനെ ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലവാസുദേവൻ എന്ന പേരിൽ അവതരിച്ചു 9 കന്യകമാർക്ക് ശേഷം. അങ്ങനെ ഭഗവാന്റെ കപിലാവതാരം. ഈ ജീവിതത്തോട് ഞാൻ തോറ്റുപോയി, അസത്തുക്കളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനം കൊണ്ട് എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ, എങ്ങനെ ഈ കണ്ണീർ കടലിനെ തരണം ചെയ്യാമെന്ന ദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പുത്രനായിരിക്കുന്ന ഭഗവാൻ കപിലവാസുദേവൻ നീണ്ടതായ ആ കപിലോപദേശത്തിലൂടെ ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം തുടങ്ങിയിട്ടുള്ള ഒരുപാട് യോഗങ്ങൾ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് പ്രകൃതി പുരുഷ ഭേദത്തിലൂടെ ആ ഉപദേശങ്ങളെ വർണ്ണിച്ചുകൊണ്ട് എങ്ങനെയാണ് ശ്രേയസ്സിലേക്ക് എത്താൻ പറ്റണത് എന്ന് പറഞ്ഞു കൊടുത്തു. ഭഗവത് വിമുഖന്മാരായിരിക്കുന്ന ആൾക്കാരുടെ കഥ പറഞ്ഞ കർമ്മവിഭാഗം എന്ന അധ്യായത്തിലൂടെ പറഞ്ഞു. പിന്നെ അതിനനുസരിച്ചുള്ള ജീവന്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും അവസാനം 33-ാമത്തെ അധ്യായത്തിൽ ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് അറിവിന്റെ നിറകുടമായി തീർന്ന ദേവഹൂതി ദേവിയുടെ മുക്തി പറഞ്ഞു. ദേവഹൂതി ദേവിയുടെ ശരീരം ഒരു നദിയായിട്ട് മാറി എന്നുള്ള പ്രകരണത്തോടെ തൃതീയ സ്കന്ധം, സർഗം എന്ന സ്ഥാനത്തോടു കൂടിയ തൃതീയ സ്കന്ധം അവിടെ സമർപ്പിക്കുകയാണ്. പിന്നീടാണ്
ചതുർത്ഥ സ്കന്ധം വിസർഗം എന്ന ലക്ഷണത്തോടു കൂടിയത്. അതിൽ മനുപുത്രിമാരുടെ വംശവർണ്ണനയാണ് അവിടെ പറയണത്. അതിൽ 4 പ്രകരണങ്ങളാണ്, ധർമാർത്ഥ കാമ മോക്ഷ സിദ്ധികളാണ് പറയണത്. ആദ്യം നരനാരായണന്മാരുടെ അവതാരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ സൂചകമായിട്ട് ദക്ഷപുത്രിമാരുടെ മനുപുത്രിമാരുടെ വർണ്ണന പറയുമ്പോഴാണ് 6 അധ്യായങ്ങൾ കൊണ്ട് ദക്ഷയാഗം കഥ പറഞ്ഞത്. 16ാമത്തെ പുത്രിയായിരിക്കുന്ന സതീദേവിക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ദക്ഷയാഗം കഥ പറഞ്ഞത്. അതാണ് ധർമ്മസിദ്ധി എന്ന പ്രകരണം. പിന്നീടാണ് അർത്ഥസിദ്ധി എന്ന പ്രകരണത്തെ പറയുമ്പോഴാണ് 5 വയസ്സിൽ 5 മാസം കൊണ്ട് ഭഗവാനെ തപസ് ചെയ്ത് ധ്രുവപദത്തിലെത്തിയ 5 വയസ്സുകാരൻ്റെ കഥ, ധ്രുവചരിതം കഥ പറഞ്ഞത് 5 അധ്യായങ്ങൾ കൊണ്ട്. അത് അർത്ഥസിദ്ധി. പിന്നീടാണ് ആ ധ്രുവന്റെ വംശപരമ്പരയിൽ ദുഷ്ടനായിട്ടുള്ള രാജാവ് വേനൻ ഉണ്ടായി എന്ന് പറഞ്ഞത്. ആ വേനന്റെ പുത്രനായിട്ട് ഭഗവാൻ പൃഥു എന്ന അവതാരം ചെയ്തു എന്ന് പറയുമ്പോൾ 11 അധ്യായങ്ങളിലായിട്ട് ആ പൃഥു അവതാരത്തിന്റെ ലീലകളെക്കുറിച്ച് പറയുന്നു. സകല കാമങ്ങളെയും തങ്ങളുടെ പ്രജകൾക്ക് നേടിക്കൊടുത്ത കാമസിദ്ധി എന്ന പ്രകരണത്തിലൂടെ ഭഗവാന്റെ പൃഥു അവതാരത്തിനെ കുറിച്ച് വർണ്ണിച്ചു. ഗോദോഹനം, അശ്വമേധം തുടങ്ങിയിട്ടുള്ള ആ ഭഗവാന്റെ ലീലകൾ. ഒടുവിൽ ഏകോന ശതക്രതു എന്ന പേരിൽ സുപ്രസിദ്ധനായി തീർന്നു പൃഥു എന്ന മഹാരാജാവ്. ലോകത്തിലെ ആദ്യത്തെ ചക്രവർത്തി. സനകാദികൾ ഉപദേശിക്കുന്നുണ്ട്, സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ 11 അധ്യായങ്ങളിലായിട്ട് കാമസിദ്ധി എന്ന പ്രകരണത്തിനെ സൂചിപ്പിക്കുന്ന പൃഥു അവതാരം പറഞ്ഞു. പിന്നീടാണ് ആ പൃഥുവിൻ്റെ വംശപരമ്പരയിലുള്ള വേദിശത്ത് എന്ന രാജാവിൻ്റെ കഥ, പ്രാചീന ബരിഹിസ് എന്ന ഇരട്ടപ്പേര്. വസുധാതലം മുഴുവൻ കിഴക്കോട്ട് തലയാക്കി ദർഭ വിരിച്ച് യാഗം ചെയ്ത ആ പ്രാചീന ബരിഹിസിൻ്റെ കഥ. അദ്ദേഹത്തിന് 10 പുത്രന്മാര് പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞു. പുരഞ്ജനോപാഖ്യാനം എന്ന അതിശ്രേഷ്ഠമായ കഥയിലൂടെ തത്വ സംഹിതകളെ പറഞ്ഞുകൊടുത്ത് ശ്രീനാരദ മഹർഷി പ്രാചീന ബരിഹിസിനെ മോക്ഷത്തിൽ എത്തിച്ചു എന്ന കഥ. പിന്നീട് തപസ് ചെയ്യാനായിട്ട് പോയ ആ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ മഹാദേവൻ രുദ്രഗീതം അഥവാ യോഗാദേശം എന്ന 47 ശ്ലോകങ്ങളുള്ള മന്ത്രം ഉപദേശിച്ചുകൊണ്ട് അവരെ ഗുരുവായൂരപ്പന്റെ ദാസന്മാരാക്കി മാറ്റി എന്ന കഥ. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പ്രചേതസ്സുകൾക്ക് അനുഗ്രഹം കൊടുത്തു. വൃക്ഷങ്ങളുടെ പുത്രിയായ വാർഷിക വിവാഹം കഴിച്ചോളൂ, ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാവും, വംശം വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പ്രചേതസ്സുകൾക്ക് ശ്രീനാരദ മഹർഷി ഭഗവത് ഭക്തിയാണ് വേണ്ടത്, എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം നൽകിയ കഥ. അങ്ങനെ പ്രചേതസ്സുകൾ വാർഷിയെ അഥവാ മാരിഷയെ വിവാഹം കഴിച്ചു. ദക്ഷൻ എന്ന അതിശ്രേഷ്ഠനായൊരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ 4ാമത്തെ സ്കന്ധം അർത്ഥസിദ്ധി, ധർമ്മസിദ്ധി, അർത്ഥസിദ്ധി, കാമസിദ്ധി, മോക്ഷസിദ്ധി, ആ പ്രചേതസ്സുകളുടെ കഥയോട് കൂടിയിട്ട് മോക്ഷസിദ്ധി എന്ന പ്രകരണത്തിനെ അവിടെ പറഞ്ഞു. ഇങ്ങനെ പുരുഷാർത്ഥ ചതുഷ്ടയത്തിനെ നേടുന്ന 4 പ്രകരണങ്ങളെയാണ് 4ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. പിന്നീടാണ് 5ാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയത്. ഭഗവാന്റെ ആ രൂപത്തിനെ എല്ലാ സ്ഥലത്തും കാണണം. എവിടെ നോക്കിയാലും ഭഗവാന്റെ രൂപത്തിനെ ദൃഷ്ടിസതാം ദർശനസ്തു ഭവത്തരൂനാം എന്ന രീതിയിൽ നളഗോപുരമണിഗിരിവന്മാർ പ്രാർത്ഥിച്ചതുപോലെ എവിടെ നോക്കിയാലും ഭഗവാനെ കാണണം എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ, ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഊർധ്വലോകങ്ങളെയും അധോലോകങ്ങളെയും ഭൂമണ്ഡലത്തിനെയും എല്ലാം വിവരിക്കുന്നത് ഭഗവത് സ്വരൂപമായിട്ടാണ്. അതിൽ ആദ്യം പറഞ്ഞത് സ്വയംഭവനിന്റെ മൂത്തപുത്രനായ പ്രിയവ്രതന്റെ ചരിതമാണ്. അങ്ങനെ പ്രിയവ്രതൻ ആദ്യം സന്യാസത്തിലൊക്കെ ആയിരുന്നു, സർവസംഘ പരിത്യാഗിയായിട്ട്. പിന്നീട് അച്ഛനായ മനു പറഞ്ഞിട്ട് കേൾക്കാതിരുന്നപ്പോൾ മുത്തച്ഛനായ ബ്രഹ്മാവ് തന്നെ വന്ന് പറഞ്ഞപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിനെ സ്വീകരിച്ചു. 2 പത്നിമാരെ വിവാഹം കഴിച്ചു. അതിൽ 13 പുത്രന്മാരുണ്ടായി എന്ന കഥ പറഞ്ഞു.
അങ്ങനെ പ്രിയവ്രതന്റെ ചരിത്രം പറയുന്നു. മേരുപർവ്വതത്തിന് ചുറ്റും പ്രിയവ്രതൻ സഞ്ചരിച്ചതിന്റെ ഫലമായിട്ടാണ് സപ്തദ്വീപങ്ങൾ, സമുദ്രങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞത് പ്രിയവ്രതന്റെ മൂത്തപുത്രനായ ആഗ്നേയധരനെയാണ്. ആഗ്നേയധരൻ പൂർവ്വചിത്തി എന്ന അപ്സരസിനെ കണ്ടു മോഹിച്ചു. അതിൽ 9 സന്താനങ്ങളുണ്ടായി. മൂത്തപുത്രന്റെ പേര് നാഭി. ആ നാഭിയുടെ ചരിത്രമാണ് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. നാഭി മേരുദേവി വിവാഹം കഴിച്ചു. അത് ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു. ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ ഋഷഭാവതാരം. ഋഷഭനോട് മത്സരിച്ച് തോറ്റ ദേവേന്ദ്രൻ തന്റെ പുത്രിയായ ജയന്തിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ജയന്തിയിൽ ഋഷഭയോഗീശ്വരന് ഭഗവാന് 100 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രന്റെ പേര് ഭരതൻ. അദ്ദേഹത്തിന്റെ ബഹുമാന സൂചകമായിട്ടാണ് ഭാരതം എന്ന് നമ്മുടെ രാഷ്ട്രത്തിന് പേര് വന്നത് എന്നവിടെ സൂചിപ്പിച്ചു. അനേകം ശ്ലോകങ്ങളിലായിട്ട് ഋഷഭയോഗീശ്വരൻ തന്റെ പുത്രന്മാർക്ക് ഉപദേശം കൊടുത്തു. അനേകം ബ്രഹ്മർഷിമാരെ നിറഞ്ഞിരിക്കുന്ന സഭയിൽ വെച്ച് ഒരു മനുഷ്യന്റെ ജന്മം എന്തിനാണ് എന്ന് വിശേഷിപ്പിക്കുന്നതായ അതിപ്രൗഢഗംഭീരമായ തത്വങ്ങൾ അടങ്ങിയ ആ ഋഷഭോപദേശം, ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഋഷഭോപദേശം, അവിടെ ഋഷഭയോഗീശ്വരൻ എന്ന ഭഗവാൻ തന്റെ 100 പുത്രന്മാർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് പറഞ്ഞത് ഋഷഭയോഗീശ്വരന്റെ മൂത്ത പുത്രനായ ഭരതന്റെ കഥയാണ്. രാജ്യഭരണത്തിന് ശേഷം അദ്ദേഹം സർവസംഘപരിത്യാഗിയുടെ അന്ധനെ പോലെ മൂകനെ പോലെ സഞ്ചരിച്ചു. പക്ഷേ അദ്ദേഹം ഗണ്ഡകി നദിയുടെ സമീപത്ത് പർണശാല കെട്ടി താമസിക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടിയായിട്ടുള്ള സംസർഗം കൊണ്ട് വല്ലാതെ പ്രാപഞ്ചിക വിഷയത്തിനുമായിട്ട് ഒട്ടൽ വന്നതുകൊണ്ട് അടുത്ത ജന്മം മാൻകുട്ടിയായിട്ട് ജനിച്ചു. അവിടെ വെച്ചും മൃഗശരീരമായിരുന്നെങ്കിലും ഭഗവാന്റെ സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ട് ഭരതയോഗീശ്വരൻ 3-ാമത്തെ ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചു. പ്രാപഞ്ചിക വിഷയങ്ങളുള്ള സംഘം ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും എന്നറിഞ്ഞ് അദ്ദേഹം അന്ധനെ പോലെ, മൂകനെ പോലെ, ബധിരനെ പോലെ, ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു. അങ്ങനെ 3-ാമത്തെ ജന്മത്തിൽ ജനിച്ച ജഡഭരതൻ എന്ന ഭാഗവതത്തിൽ നേരിയതായിട്ട് സൂചിപ്പിക്കുന്ന ആ ഭരതയോഗീശ്വരനെ ഭദ്രകാളിയുടെ മുമ്പിലെ ചോരരാജാവ് ബലിക്കായിട്ട് കൊണ്ട് ബന്ധനസ്ഥനാക്കി നിർത്തിയെങ്കിലും അവിടെ വെച്ച ഭദ്രകാളി പ്രാദുർഭാവത്തോടെ, ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ ദേഹത്യാഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭദ്രകാളി ദേവി അനുഗ്രഹിച്ചു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാതിരുന്ന ആ ബ്രാഹ്മണൻ, ആ ജഡഭരതൻ, സിന്ധു സൗവീര രാഷ്ട്രങ്ങളുടെ അധിപതിയായിരുന്ന രഘുഗണ രാജാവിന് ആത്മോപദേശം നൽകാനായിട്ട് വളരെയധികം സുഭാഷിതങ്ങളെ നൽകി. ബ്രാഹ്മണ രഘുഗണ സംവാദത്തിനെ അവിടെ വർണ്ണിച്ചു. അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ജഡഭരത യോഗീശ്വരൻ ഭവാടവിയെ ഈ ജീവിതത്തിനെ ഒരു വനമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഭവാടവി വർണ്ണനം പറഞ്ഞു. പിന്നീട് പഞ്ചമസ്കന്ധത്തിൽ ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിച്ചു കൊടുത്തത് ഭൂലോക വർണ്ണന, ജ്യോതിർഗോള വർണ്ണന, അതിൽ സൂര്യന്റെയും മറ്റ് നവഗ്രഹങ്ങളുടെയും വർണ്ണന, അധോലോകങ്ങളുടെ അതലം വിതലം സുതലം തുടങ്ങിയ അധോലോകങ്ങളുടെ വർണ്ണന, അധോലോകങ്ങളിൽ ഏറ്റവും താഴെ 1000 ഭണങ്ങളിൽ വിടർത്തി നിൽക്കുന്ന സംഘർഷണമൂർത്തിയുടെ ചിത്രം, അതിൽ ഒരു ഭണത്തിൽ ഭൂമിയെ താങ്ങി നിൽക്കുന്ന സംഘർഷണമൂർത്തിയുടെ ചിത്രം. പഞ്ചമസ്കന്ധത്തിന്റെ 26-ാമത്തെ അവസാനത്തെ അധ്യായത്തിൽ 28 തരത്തിലുള്ള നരകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഇങ്ങനെ ഏത് ലോകത്ത് നോക്കിയാലും 14 ലോകത്തിൽ നോക്കിയാലും ഭഗവാനെ കാണണം. അതുകൊണ്ട് സ്ഥാനം എന്ന ലക്ഷണം കൽപ്പിച്ചതായ പഞ്ചമസ്കന്ധം നരകവർണ്ണനയോട് കൂടിയിട്ട് അവിടെ സമർപ്പിക്കുകയാണ്. പിന്നീടാണ് പോഷണം എന്ന ലക്ഷണത്തോടു കൂടിയ ഷഷ്ടസ്കന്ധത്തിനെ കുറിച്ച് പറയുന്നത്. അവിടെ ആദ്യത്തെ 3 അധ്യായങ്ങൾ കൊണ്ട് തിരുനാമ മാഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നു. നരകവർണ്ണന വന്ന സമയത്ത് മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്തതാണ്. ആ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എന്താണ് മാർഗം എന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ പ്രായശ്ചിത്തം വിമർശനം എന്ന രീതിയിൽ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ട് മനഃശുദ്ധിയോടുകൂടി ഭക്തിയോഗത്തോടു കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന നാമജപമാണ്. അറിയാണ്ട് ജപിച്ചാലും തിരുനാമത്തിന് മാഹാത്മ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അജാമളോപാഖ്യാനത്തിലൂടെ 3 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ തിരുനാമത്തിന്റെ മാഹാത്മ്യം വർണ്ണിച്ചു കേൾപ്പിക്കുന്നു. സകല ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന എന്ന് ഭാഗവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകത്തിൽ പറയുന്നതായ ആ തത്വത്തിനെ ഷഷ്ടസ്കന്ധത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചു കൊടുത്തു. സകല ദുഃഖങ്ങൾക്കും സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായിരിക്കുന്നത് ഭക്തിയോഗം കൊണ്ട് മനഃശുദ്ധി വന്ന്
നാമസങ്കീർത്തനമാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനത്തിനേക്കാൾ ശ്രേഷ്ഠമായ പ്രായശ്ചിത്തമില്ല എന്ന് സൂചിപ്പിക്കുന്ന തിരുനാമ മാഹാത്മ്യം. 4-ാമത്തെ അധ്യായം തൊട്ട് ആ ദക്ഷ പ്രജാപതിയുടെ കഥയാണ് വീണ്ടും പറഞ്ഞത്. ചതുർത്ഥ സ്കന്ധത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയ പ്രാചേതസ ദക്ഷന്റെ കഥ. താൻ ഉൽപ്പാദിപ്പിച്ചതായി സൃഷ്ടിക്ക് വേണ്ടി പ്രേരിപ്പിച്ച ഹരീശ്വന്മാരെയും ശബളാശന്മാരെയും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിമുഖന്മാരാക്കി സന്യാസത്തിലേക്ക് പറഞ്ഞുവിട്ട നാരദ മഹർഷിയെ ദക്ഷൻ ശപിക്കുന്നത്, പിന്നീട് 60 കന്യകമാരെ ദക്ഷൻ സൃഷ്ടിച്ച കഥ, അതിൽ 27 പേരെ ചന്ദ്രന്, 13 പേരെ കശ്യപന് തുടങ്ങിയ 60 കന്യകമാരെ പലർക്കുമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ കശ്യപ പത്നിമാരിൽ അതിഥിയിൽ 12 ആദിത്യന്മാരുണ്ടായി. വിവസാന, അര്യമ, പൂഷ തുടങ്ങിയുള്ള 12 ആദിത്യന്മാര്. അതിഥിയുടെ പുത്രന്മാരായിരിക്കുന്ന ദ്വാദശാദിത്യന്മാരിലെ തൊഷ്ടാവ് അസുരപുത്രിയായി രചനയെ വിവാഹം കഴിച്ചു. അതിൽ 3 ശിരസ്സുകളോടുകൂടെ വിശ്വരൂപൻ ജനിച്ചു എന്ന് പറഞ്ഞു. ആ വിശ്വരൂപനെ ബൃഹസ്പതിയുടെ അഭാവത്തിൽ ദേവന്മാര് ഗുരുവായിട്ട് സ്വീകരിച്ചു എന്ന കഥ പറഞ്ഞു. വിശ്വരൂപൻ സമദർശിയായതുകൊണ്ട് അസുരന്മാർക്ക് ഹവിർഭാഗം കൊടുത്തതിന്റെ ഫലമായിട്ട് വിശ്വരൂപനെ ഇന്ദ്രൻ വധിച്ച കഥ പറഞ്ഞു. ബ്രഹ്മഹത്യാപാപം, ഗുരുഹത്യാപാപം ഇന്ദ്രനെ ബാധിച്ചു. പിന്നീട് തന്റെ പുത്രന്റെ വധത്തിന് പ്രതികാരം ചെയ്യാനായിട്ട് തൊഷ്ടാവ് എന്ന ആദിത്യൻ ആഭിചാര യാഗം ചെയ്തു. യാഗത്തിൽ നിന്ന് വൃത്രൻ എന്ന അതിഭീകരനായ ഒരു അസുരൻ ഉണ്ടായി. ലോകത്തിനെ മുഴുവൻ ചവിട്ടി മെതിച്ച് സ്വർലോകത്തിനെ കിടുകിട പറപ്പിച്ച ആ വൃത്രാസുരനെ വധിക്കാനായിട്ട് ദധീചിയുടെ അസ്ഥികൾ കൊണ്ടോ ആയുധം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞനുസരിച്ച് ദേവന്മാര് ദധീചിയുടെ അസ്ഥി മേടിച്ച് വിശ്വകർമാവിനെ കൊണ്ട് വജ്രായുധം എന്ന ആയുധം നിർമ്മിപ്പിച്ചു. ഭഗവാന്റെ ചൈതന്യം അതിൽ സന്നിവേശിപ്പിച്ചു. ഇന്ദ്രനും വൃത്രനുമായിട്ടുള്ള യുദ്ധത്തിൽ 4 ശ്ലോകത്തിൽ വൃത്രാസുരന്റെ അതിഗംഭീരമായിരിക്കുന്ന ഭക്തി, യോഗസിദ്ധീരപനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യ കാംക്ഷേ തുടങ്ങിയ മഹദ് വാക്യങ്ങളടങ്ങിയ ദേവേന്ദ്രന് പോലും ബഹുമാനം തോന്നിയതായി വൃത്രാസുരന്റെ ഭക്തിയെക്കുറിച്ച് അവിടെ വർണ്ണിച്ചു. പിന്നീട് വൃത്രാസുരനെ ഇന്ദ്രൻ വധിച്ച കഥ പറഞ്ഞു. ഇന്ദ്രന് വീണ്ടും ബ്രഹ്മഹത്യാ പാപം വന്നു. 1000 സംവത്സരം മാനസഹൃദയ താമരത്തണ്ടിന്റെ ഉള്ളിൽ ഹവിർഭാഗം കിട്ടാതെ ഒളിച്ചിരിക്കേണ്ട കഥ പറഞ്ഞു. എപ്രകാരമാണ് ദേവേന്ദ്രന് പോലും ബഹുമാനം തോന്നുന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒരു അസുരനുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ വൃത്രാസുരന്റെ പൂർവജന്മമായിരിക്കുന്ന ചിത്രകേതു എന്ന രാജാവിന്റെ കഥ പറയണു. പൂർവജന്മത്തിൽ ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്ന രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിട്ടും പുത്രനുണ്ടായില്ല. ഒടുവില് ഭഗവാനെ വിചാരിച്ച് ഒരു ഹവിസുണ്ടാക്കി. അത് കൃതദിതി എന്ന പത്നി ആഹാരം കഴിച്ച സമയത്ത് കൊടുത്തപ്പോൾ കൃതദിതി ഗർഭിണിയായി, ഒരു സന്താനമുണ്ടായി. സപത്നിമാർക്ക് അസൂയ വന്നിട്ട് ആ പുത്രന് വിഷം കൊടുത്തു കൊന്നു. പുത്രന്റെ വിരഹദുഃഖത്തില് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ചിത്രകേതുവിനെ സമാശ്വസിപ്പിക്കാനായിട്ട് നാരദ മഹർഷിയും അംഗിരസ മഹർഷിയും അവിടെ വന്നു. അവർ സതുപദേശങ്ങൾ നൽകി. അങ്ങനെ സംഘർഷമൂർത്തിയെ ഉപാസിക്കാനായിട്ട് പറഞ്ഞു. 7 ദിവസം കൊണ്ട് ആ സംഘർഷമൂർത്തിയെ പ്രസാദിപ്പിച്ച് വിദ്യാധരന്മാരുടെ ചക്രവർത്തിയായിട്ട് മാറി. അങ്ങനെ ചിത്രകേതു എന്ന രാജാവ് അതീവ ശ്രേഷ്ഠനായ ഭക്തനായിത്തീരുന്നു. ശ്രീനാരദ മഹർഷിയുടെയും അംഗിരസ മഹർഷിയുടെയും സംഘർഷമൂർത്തിയുടെയും അനുഗ്രഹത്തോടുകൂടിയുടെ ഭക്ത ശിരോമണിയായിട്ട് തീർന്നു ചിത്രകേതു എന്ന കഥ പറഞ്ഞു. ആ ചിത്രകേതുവിനെ പിന്നീട് തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ എന്ന രീതിയിൽ കൈലാസത്തിന്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ശ്രീപരമേശ്വരനെ പരിഹസിച്ച് ചിരിച്ചു എന്നുള്ളത് കൊണ്ട് ശ്രീപാർവതി ദേവി ശപിച്ചു, നീച യോനിയിൽ പോയി ജനിക്കണം എന്ന്. ശാപമോക്ഷം പോലും ചോദിക്കാതെ ചിത്രകേതു ആ ശാപത്തിനെ പ്രതിഗൃഹാമി തേ ശാപം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ 5 പേരുടെ അനുഗ്രഹം ലഭിച്ച ആള് ശ്രീനാരദ മഹർഷിയുടെ, അംഗിരസ മഹർഷിയുടെ, സംഘർഷമൂർത്തിയുടെ, ജഗൽപിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ, ഇങ്ങനെ 5 പേരുടെ അനുഗ്രഹം ലഭിച്ചതായ മഹാപ്രതിഭയാണ്, മഹാഭക്തനാണ് ചിത്രകേതു അഥവാ വൃത്രാസുരൻ എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുക. അങ്ങനെ ആ പൂർവജന്മ സ്മൃതി ഉണ്ടായതുകൊണ്ടാണ്, പൂർവജന്മത്തില് ഭക്തോത്തമനായതുകൊണ്ടാണ് ചിത്രകേതുവിന് ദേവേന്ദ്രന്മാർ പോലും ബഹുമാനം തോന്നിയ, ദേവന്മാർക്കോ സർവസംഘപരിത്യാഗികളായ മഹർഷീശ്വരന്മാർക്കോ പോലും ഇല്ലാത്തതായ ഭക്തി ഉണ്ടായി തീർന്നത് ഹേ പരീക്ഷിത്തെ എന്ന ആ വൃത്രാസുരന്റെ ഭക്തിയുടെ
രഹസ്യത്തിനെ അവിടെ അനാവരണം ചെയ്തു ശ്രീശുക ബ്രഹ്മർഷി. പിന്നീട് ദിതിദേവിയുടെ വ്രതം പറയുന്നു. അതിൽ നിന്ന് ദേവേന്ദ്രന്റെ ആയുധപ്രയോഗം കൊണ്ട് 49 മരുത്തുക്കളുണ്ടായി എന്ന് പറഞ്ഞു. ദിതിദേവിക്ക് കശ്യപ പ്രജാപതി ഉപദേശിച്ചു കൊടുത്ത പുംസവന വ്രതത്തിനെ കുറിച്ച് അവിടെ വർണ്ണിച്ചു പറഞ്ഞു. ഇങ്ങനെ ആ പുംസവന വ്രതത്തോട് കൂടിയിട്ട്, ആ വ്രതന്റെ വർണ്ണനയോട് കൂടിയിട്ട് അവിടെ ഷഷ്ഠസ്കന്ധം സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഷഷ്ഠസ്കന്ധം സമർപ്പിച്ചു. പിന്നീട് സപ്തമസ്കന്ധം പറയുന്നു. സപ്തമസ്കന്ധത്തിൽ പ്രധാനമായിട്ട് പ്രഹ്ലാദ ചരിതമാണ് പറയണത്. രാജസൂയി യാഗവേദിയിൽ വെച്ച് ശ്രീനാരദ മഹർഷി പരീക്ഷത്തിന്റെ മുത്തച്ഛനായ ധർമ്മപുത്ര മഹാരാജാവിന് പ്രഹ്ലാദ ചരിതം കഥ വർണ്ണിച്ചു കൊടുത്തത് അവിടെ അനുസ്മരിച്ചു. 10 അധ്യായങ്ങളിലായിട്ട് ഊതയ കർമ്മവാസന എന്ന ലക്ഷണത്തോടു കൂടിയ ഊതി കർമ്മവാസനകളെ കുറിച്ച് പറയാണ്. അതിൽ ആദ്യം മലിനവാസനകളെ കുറിച്ച് പറയുന്നു 5 അധ്യായങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിന്റെ കഥ. പിന്നെ ശുദ്ധമായ വാസനകളെ കുറിച്ച് പറയുന്നു 5 അധ്യായങ്ങൾ കൊണ്ട് പ്രഹ്ലാദന്റെ കഥ. അങ്ങനെ ഭക്തശിരോമണിയായിട്ട് പ്രഹ്ലാദന്റെ ചരിതം, ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് ഹിരണ്യകശിപുവിന് മോക്ഷം കൊടുക്കാനായിട്ട് ഭഗവാൻ നരസിംഹാവതാരം എടുത്ത അത്യത്ഭുതകരമായ കഥ സപ്തമസ്കന്ധത്തിലെ ആദ്യത്തെ 10 അധ്യായങ്ങൾ കൊണ്ട് പറഞ്ഞു. പിന്നെ ആ പ്രഹ്ലാദസ്തുതിക്ക് ശേഷമാണ് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവര് എപ്രകാരമാണ് അവനവന്റെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടത്, സ്വധർമ്മം ആരാധനമച്യുതസ്യ എന്ന രീതിയിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതായ ആ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് വിശേഷിച്ച് ഗൃഹസ്ഥന്റെ ധർമ്മങ്ങളെക്കുറിച്ച്, പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് അവിടെ ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിച്ചു കൊടുക്കുന്നു. അതോടെ ഊതി എന്ന ലക്ഷണത്തോടു കൂടിയ സപ്തമസ്കന്ധം സമർപ്പിക്കുകയായി.